ഒത്തും അറിയില്ലേ നീ? ആ വെട്ട് വെട്ട് കളിക്കടോ. SI ആണോ? മിലിറ്ററി അച്ചായനായിരുന്നോ? ഇതെന്നാ പോലീസ് ജീപ്പില്? പോലീസ് അല്ലടാ, പൗലോസ്. എന്റെ സ്വന്തം ജീപ്പിന് എന്റെ സ്വന്തം പേര്. പുതിയ SI വരുന്നെന്ന് കേട്ടു. ഞാൻ വിചാരിച്ചു പുള്ളിക്കാരനായിരിക്കും. ആസ്മാൻ കെ നീച്ചെ പോലീസ് കാ നാം സുനത്തോ. പേടിക്കുന്ന നിങ്ങളുടെ ഇടയിലൊക്കെ ജീവിക്കാൻ ഇത്ര ചോട്ടാ മോട്ട വിലകളൊക്കെ വേണില്ല. കളിക്കാം. ഈ പോസ്റ്റ് ഓഫീസ് ഇത് ചായക്കട. മനസ്സിലായില്ല. ഈ പോസ്റ്റ് ഓഫീസേ കത്തൊക്കെ പോസ്റ്റ് ചെയ്യുന്ന. ഓ ഡാക്ടർ അല്ലേ, അത് മനസ്സിലായി. ഞാൻ നിങ്ങളെയാണ് ഉദ്ദേശിച്ചത്. മുമ്പ് ഇവിടെ എവിടെയും കണ്ടിട്ടില്ലല്ലോ. ഞാനിവിടെ ചീരം കണ്ടത് വീട്ടിൽ നിന്ന് മാരി ചെയ്തിരിക്കുന്നു. ഓ മിസ്റ്റർ ജോർജ് കുട്ടി. എങ്ങനെ മനസ്സിലായി? അറിയാം, ബ്രോക്കർ ചാണ്ടി എന്റെ ഫ്രണ്ടാ. എന്നോട് വിവരങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ കാണാനിരിക്കുന്നു. അല്ല, അതെ, അങ്ങോട്ട് വരാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. ഞാനും ഇട്ടിച്ചനും തമ്മിൽ അത്ര സുഖത്തിലല്ല. അതിരിക്കട്ടെ, നമ്മളൊന്നും പരിചയപ്പെട്ടില്ലല്ലോ. ഞാൻ പൗലോസ്, ഒരു വിമുക്ത ഭടൻ. ഇതെന്റെ സ്വന്തം സ്ഥാപനമാണ്, ഹോട്ടൽ ജയ് ജവാൻ. അല്ല, പോസ്റ്റ് ഓഫീസ് ഒരു 2 കട അങ്ങോട്ട് കടന്ന് വലത്തോട് തിരിഞ്ഞാ മതി. ഓക്കെ. പിന്നെ അത് കണ്ട പോസ്റ്റ് ഓഫീസ് ആണ് തോന്നൂല, പക്ഷെ അതാണ് പോസ്റ്റ് ഓഫീസ്. അല്ലെ, ഇപ്പൊ അങ്ങോട്ട് പോയിട്ട് കാര്യമില്ല. പോസ്റ്റ് മാസ്റ്റർ കൃഷ്ണൻ നായരുടെ പശു പ്രസവിച്ച് അങ്ങനെ അങ്ങോട്ട് പോയതാ. അല്ല, ഒരു കാലി ചായ കുടിച്ച് വിശദമായി സംസാരിക്കാൻ വിരോധമില്ലല്ലോ? ഇല്ലല്ലോ, ഇല്ലല്ലോ. അന്തരായി വെൻ ഐ വാസ് ഇൻ ആർമി, ഞാനൊരു തീപ്പന്തമായിരുന്നു. ജോർജ് കുട്ടിക്കറിയോ? സർവീസിൽ നിന്ന് റിട്ടയർ ചെയ്തിട്ടും എന്നെ അവിടെ പിടിച്ചു നിർത്താനുള്ള ഭീകരമായ ചില ശ്രമങ്ങൾ ഉണ്ടായിരുന്നു. ഇപ്പോഴത്തെ ഈ ഭീകരന്മാരായിരിക്കും അല്ലേ? ആളുകളുടെ ജോലിയാണല്ലോ. ഭാസ്കര ഒരു ജയ് ജവാൻ ജയ് കിസാൻ. കിസാൻ എന്നുള്ളതിന്റെ അർത്ഥം അറിയാലോ? കൃഷിക്കാരൻ. ഇവിടെയുള്ള ജനങ്ങളെ മുഴുവൻ കൃഷി ചെയ്ത് ജീവിക്കുന്നതിനാണ് ഇവൻ. അച്ചായോ വേണ്ട വേണ്ട, ഒരു തമാശ പറഞ്ഞല്ലേ. സോറി, ഇത് ജോർജ് കുട്ടി ഇട്ടിച്ചിന്റെ മരുമകൻ. ഇത് സുഗതൻ. കൊടുക്കണ കൈ. ഹലോ ഹലോ, വളരെ സന്തോഷം. വെറും സുഗതനല്ല, സുനന്ദ സുഗതൻ. സുനന്ദ തെരേസന്റെ സ്വന്തം നാടക കമ്പനിയാ. തനിക്ക് എത്ര വയസ്സായി? അതിപ്പോ അതല്ല, തനിക്ക് എത്ര വയസ്സായെന്നുള്ള എന്റെ പുതിയ നാടകത്തിന്റെ പേരാ. നിന്റെ അപ്പന്റെ 16ാം അടിയന്തരം, അത് ഇവന്റെ അടുത്ത നാടകത്തിന്റെ പേരാണ്. തമാശ തമാശ. മഴേ, നിന്റെ കലാപരിപാടി ഇവിടെ വേണ്ട. മഴേ, കുവൈറ്റിലേക്ക് എണ്ണ കേട്ടല്ലേ കേട്ട. മാസ്റ്റർ 12, 13. എന്താടാ ഇത്? ആദ്യം ഞാൻ കരുതിയ വല്ല വേലക്കാരനുമായിരിക്കും. കാലത്ത് കുറച്ച് പണിയുണ്ടായിരുന്നേ. എന്താ രണ്ടുപേരും കൂടി മുന്നറിയിപ്പില്ലാതെ? ഇവിടെ ഇറക്കിക്കൊണ്ട് വരാൻ ലൈസൻസ് ആയി. മാരേജ് ഫിക്സ് ചെയ്തു. കമ്മിങ് 21st. താങ്ക് യു. വാ അപ്പച്ചാ, ഇതൊക്കെ ഫ്രണ്ട്സാ. നമസ്കാരം. എന്നാ പേര്? പ്രകാശ്. ഇതെന്റെ ഉഡ്ബി. അതിനാ? അതായത് ഞാൻ കല്യാണം കഴിക്കാൻ വന്ന പെൺകുട്ടി. ഓഹോ, ഇവിടൊക്കെ കല്യാണം കഴിച്ചു കഴിഞ്ഞാ ഇങ്ങനെ കൊണ്ടു നടക്കുന്നത്. അതൊക്കെ പഴയ കാലമല്ലേ എങ്കിൽ. പഴയതായ തന്തയല്ലാതാകുവോ? അലിസ, പ്രകാശിനെ പറ്റി നിന്നോട് പറഞ്ഞിട്ടില്ലേ? ഇത് ഞാൻ കല്യാണം കഴിക്കാൻ വന്ന കക്ഷിയാ. കേറി ഇരുന്നാട്ടെ. ഇല്ല, ഇനി ഒരിക്കലാവാം. മാരേജിന് വരുമ്പോ ആലിസിനെ കൂടെ കൊണ്ടുവരണം. എന്നാ വരട്ടെ. എടാ, വന്ന കാര്യം മറന്നു. നമ്മുടെ റിസൾട്ട് വന്നു. നീയാണ് കോളേജിലെ ടോപ്പ് സ്കോറർ. നമ്മുടെ മേനോ സാറാ എന്നെ ഫോൺ വിളിച്ചു പറഞ്ഞത്. താങ്ക് യു പ്രകാശ്, താങ്ക് യു. ശരി വട്ടെ. ഈശോയെ, ഒരു കാപ്പി പോലും കുടിക്കാതെ പോവാ. എടാ, എവിടെ നോക്കിയാ ചെയ്യുന്ന ജോലി ചെയ്യടാ. നിന്റെ അമ്മായിപ്പനാള് ശരിയല്ലോ. ഓക്കെ ആലീസ്. അങ്കിളെ പോട്ടെ. ഓ ആട്ടെ, എവിടെ പോകാ? അപ്പോഴേ അവര് പൊയ്ക്കോളും. കടയിൽ ഈ ഷീറ്റ് കൊണ്ടുപോയി കിടന്ന് കാശ് മേടിക്കണ്ടതാ.